ആയുധ ഇടപാട് കേസിൽ ഹൈദരാബാദ് മേധക് ഓർഡിനൻസ് ഫാക്ടറി ജനറൽ മാനേജർ വി.കെ. പാണ്ഡെയെയും തൃശൂർ സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഫോർജിംഗ് ലിമിറ്റഡ് മാർക്കറ്റിംഗ് മാനേജർ എ. വത്സനെയും സിബിഐ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. കൂടുതൽ ചോദ്യം ചെയ്യലിന് വേണ്ടിയാണ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക. വൈകിട്ട് 4 മണിക്ക് എറണാകുളം സിബിഐ കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. വിശദാംശങ്ങളുമായി അൻസാർ ചേരുന്നു കൊച്ചിയിൽ നിന്നും. അൻസാർ, കഴിഞ്ഞ ദിവസമാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരുന്നത്. എന്തെങ്കിലും വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് സിബിഐക്ക് ലഭിച്ചിട്ടുണ്ടോ? പ്രതിരോധ വകുപ്പിന്റെ അർജുൻ ടാങ്ക് നിർമ്മാണത്തിനായി കുറഞ്ഞ ഉരുക്ക് വിൽപ്പന നടത്തി വൻ തുക കമ്മീഷൻ പറ്റിയ കേസിൽ സിബിഐ ഇന്നലെ അറസ്റ്റ് ചെയ്ത 5 പേരിൽ 2 പേരെയാണ് ഇന്ന് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹൈദരാബാദിലെ മേധക് ഓർഡിനൻസ് ഫാക്ടറി GM വി.കെ. പാണ്ഡെ, തൃശൂരിലെ സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഫോർജിംഗ് ലിമിറ്റഡ് മുൻ മാർക്കറ്റിംഗ് മാനേജർ എ. വത്സൻ എന്നിവരെയാണ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സിബിഐക്ക് കേസിന്റെ പൂർത്തീകരണത്തിനായി ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. മേധക്കിലെ ഫാക്ടറിയെ കൂടാതെ തമിഴ്നാട്ടിലെ ആവടി ഫാക്ടറിയെ കുറിച്ചും ആരോപണം നേരത്തെ ഉണ്ടായിരുന്നു. ഇതിന് മുഖ്യമായ പങ്ക് വഹിച്ചത് വത്സൻ എന്നാണ് സിബിഐയുടെ കണ്ടെത്തൽ. ഇതിന്റെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനാണ് വത്സനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നത്. ഇന്നലെ രാത്രി 8:30 സിബിഐ അറസ്റ്റ് ചെയ്ത വി.കെ. പാണ്ഡെ ഇനിയും ചോദ്യം ചെയ്ത് തീർന്നിട്ടില്ല. മേധക്കിലെ മറ്റാർക്കെങ്കിലും ഇടപാടുമായി ബന്ധമുണ്ടോ, ആരെങ്കിലും ഇതിന് സ്വാധീനം ചെലുത്തിയിരുന്നോ എന്നുള്ള കാര്യങ്ങൾ സിബിഐക്ക് ഇദ്ദേഹത്തിൽ നിന്ന് ചോദിച്ച് അറിയേണ്ടതുണ്ട്. അതിനാലാണ് പാണ്ഡെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നത്. ഇതേസമയം ഈ കേസിൽ നേരത്തെ അറസ്റ്റിലായി ജാമ്യം നേടിയ 4ാം പ്രതി പുതിയ മല്ലിയ സിബിഐ വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. ഇവരിൽ നിന്ന് കേസിന് ഉപോത്പന്നമായ സുപ്രധാന വിവരങ്ങൾ സിബിഐക്ക് ലഭിച്ചു. ഇവർ കേസിലെ 2ാം പ്രതിയായ ഷാനവാസിന് നൽകിയ 3 ലക്ഷം രൂപയുടെ സീരിയൽ നമ്പറുകൾ സിബിഐ തിരിച്ചറിഞ്ഞു. ഇത് ഇടപാട് നടന്നു എന്ന് തെളിയിക്കുന്ന വ്യക്തമായ തെളിവായി സിബിഐക്ക് ഉപയോഗിക്കാം.